നമുക്ക് വിലയില്ലാത്ത ഇടങ്ങളിൽ നിന്ന് നമ്മളായിട്ട് മനസ്സിലാക്കാത്ത ഇടങ്ങളിൽ നിന്ന് നമുക്ക് എന്ത് നെഗറ്റീവ് മാത്രം പാസ് ചെയ്യുന്ന ഇടങ്ങളിൽ നിന്ന് ഇറങ്ങി പോരാൻ ഒരു തൻ്റെ ഇടം കാണിക്കണം. എന്ന വ്യക്തിയായാലും നമ്മുടെ ടൈമായാലും വളരെ വാല്യുബിൾ ആണ്. അതൊരു വാല്യൂ നൽകാത്തവരുടെ മുമ്പിൽ നമ്മൾ എന്തിനാണ് ഇങ്ങനെ കൈക്കുപ്പി അപേക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മളിനി എത്ര കണ്ട് യാചിച്ചാലും അവർ നമുക്ക് നൽകുന്നതേ അല്ലെങ്കിൽ നൽകാൻ ഉദ്ദേശിച്ചതേ അവർ തരുള്ളൂ. പിന്നെ നമ്മുടെ യാചന വെറും വേസ്റ്റാണ്. അല്ലെങ്കിൽ യാചിച്ച് നേടേണ്ടതൊന്നുമല്ല ഈ വിലയും അതുപോലെ റെസ്പെക്റ്റും ഒന്നും. അതുകൊണ്ട് നമ്മളായി മനസ്സിലാക്കാത്തവരുടെ മുമ്പിൽ നമ്മൾ അങ്ങനെ യാചിച്ച് നമ്മുടെ സമയം കളയരുത്. നമ്മളെ ലൈഫ് അത് കാർന്ന് തിന്നത്തേ ഉള്ളൂ. അതുപോലുള്ള റിലേഷൻഷിപ്പുകൾ, അത് ഏത് തരം റിലേഷൻ ആയാലും, ഫ്രണ്ട്ഷിപ്പ് ആയാലും, അഫെയർ ആയാലും, അതുപോലെ കുടുംബ ബന്ധമായാലും, എങ്കിലും നമ്മളങ്ങനെ ഇന്ന് ശരിയാവും നാളെ ശരിയാവും എന്ന് കരുതി നമ്മളിങ്ങനെ നിൽക്കുകയല്ലേ. ആരെ കാത്തിട്ടാ അവർ ശരിയാവാൻ പോകുന്നില്ല. നമ്മൾ നിൽക്കുന്ന നമ്മളെ സമയം വേസ്റ്റ് എന്നല്ലാണ്ട് മറ്റൊന്നും അവിടെ സംഭവിക്കണില്ല. ദയവ് ചെയ്ത് ബെക്ക് ചെയ്യാൻ നിൽക്കല്ലേ. നമ്മുടെ വില വീണ്ടും വീണ്ടും നമ്മളായിട്ട് ഇടിക്കുക ചെയ്യുന്നത്. അത്തരം റിലേഷൻഷിപ്പിൽ നിന്നിട്ട് നമുക്ക് സധൈര്യം തൻ്റെ ഇടത്തോടു കൂടി തിരിഞ്ഞു നടക്കാൻ പറ്റിയാൽ അവിടെ മുതൽ നിങ്ങൾക്കൊരു പുതിയൊരു ലൈഫ് സ്റ്റാർട്ടാവും. നിങ്ങൾ അതിനുള്ളൊരു അവസരം കൊടുക്കി. ഇതൊരു കാര്യം നമ്മൾ അവസാനിച്ചു എന്ന് തോന്നുന്നിടത്ത് നിന്നാണ് പലതും തുടങ്ങുന്നത്. അതുകൊണ്ട് പുതിയൊരു ബെറ്റർ ലൈഫ് തുടങ്ങാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് തന്നെ കൊടുക്കി. നിങ്ങൾ കണ്ടിട്ടില്ലേ, വലിയ ആൽമരം പോലത്തുള്ള വലിയ മരത്തിന്റെ ചോട്ടിൽ ഒരുപാട് കുറ്റിച്ചെടികൾ വളർന്നിട്ടുണ്ടാവും. അതിങ്ങനെ ശോഷിച്ച് മുരടിച്ച് ഇങ്ങനെ നിൽക്കുന്ന കാണാം. എന്നെങ്കിലും ആ ഒരു വലിയൊരു വൻമരം അവിടെ നിന്നിട്ട് മുറിച്ച് മാറ്റുകയോ അല്ലെങ്കിൽ പിഴുതെറിയുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ കുറ്റിച്ചെടികളൊക്കെ അതിവേഗത്തിൽ വളർന്ന് പന്തലിക്കുന്നത് കാണാം. അതുപോലെയാണ് ചില റിലേഷന്, ചില ബന്ധങ്ങൾ അവിടെ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് മറ്റുള്ളവർക്ക് വളരാനുള്ള ഒരു അവസരം അവരായിട്ട് തന്നെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അവരെ കീഴിൽ ഇങ്ങനെ നിൽക്കും ബെക്ക് ചെയ്തിട്ട്. അപ്പോൾ അത്തരം റിലേഷൻഷിപ്പുകൾ എന്ന് നമ്മൾ വിച്ഛേദിക്കാൻ പറ്റുന്നോ അന്ന് നമുക്ക് ഗ്രോ അപ്പ് ചെയ്യാം. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ലൈഫ് ബെറ്ററാക്കി കളറാക്കി മുന്നോട്ട് കൊണ്ടുപോകാം. ചേഞ്ച് യുവർ ലൈഫ്. ബൈ.